ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരൻ മുൻപേ സീരിയലിന്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അതുവരെ ശത്രുതയുടെ മുൻപന്തിയിൽ നിന്നിരുന്ന പലരുടെയും മനസ്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അതിലെ ഏറ്റവും വിശ്വസനീയമായ മാറ്റം രോഹിത്തിൻ്റെതായിരുന്നു. അലീന തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടിരുന്ന രോഹിത്തിന്റെ മനസ്സിൽ സത്യങ്ങൾ വെളിപ്പെട്ടതോടെ ഒരു പശ്ചാത്താപത്തിന്റെ കനൽ എരിയാൻ തുടങ്ങിയിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ശത്രുവല്ല, സ്വന്തം രക്തമാണ്, താൻ അറിയാതെ പോയ തന്റെ മൂത്ത സഹോദരിയാണ് എന്ന തിരിച്ചറിവ് രോഹിത്തിനെ വല്ലാതെ ഉലച്ചു കളയുന്നു. ആ നിമിഷം മുതൽ അവന്റെ ഉള്ളിലെ പകയുടെ സ്ഥാനത്ത് വാത്സല്യത്തിന്റെ ഒരു നേർത്ത ഉറവ് പൊട്ടിപ്പുറത്തിടുന്നുണ്ട്. അവൻ അലീനയെ ചേച്ചി എന്ന് വിളിക്കാൻ തീരുമാനിക്കുന്നു. താൻ ഇതുവരെ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്കെല്ലാം അതൊരു പ്രായശ്ചിത്തമാകില്ലെന്ന് രോഹിത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും ആ ഒരൊറ്റ വിളിയിലൂടെ ഒരു പുതിയ തുടക്കമിടാൻ രോഹിത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ രോഹിത്തിന്റെ ഈ ഒരു ഭാവമാറ്റം അലീനയിൽ പെട്ടെന്നുണ്ടാക്കിയത് അത്ഭുതമായിരുന്നില്ല, മറിച്ച് അവിശ്വസനീയതയായിരുന്നു. ഇത്രയും കാലം തന്നെ ഇല്ലാതാക്കാൻ നടന്ന ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറാൻ കഴിയും? വൈജയന്തിക്ക് സംഭവിച്ച അപകടത്തിന്റെ ആഘാതത്തിലോ പോലീസ് കേസിന്റെ ഭയത്തിലാണോ സംഭവിച്ച ഒരു താൽക്കാലികമായ മാറ്റം മാത്രമാകുമോ ഇത് എന്ന് ഇവൾ അലീന മുത്തശ്ശിയോട് തന്റെ സംശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇതേ സമയത്താണ് അലീനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പൊ രേവതിക്കുട്ടിയാണ് അലീനയെ വിളിക്കുന്നത്. ചേച്ചി, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? ആ പൂതനയ്ക്ക് എങ്ങനെയുണ്ട് എന്നുള്ള രേവതിക്കുട്ടിയുടെ ചോദ്യം കേട്ട് അലീന ഒന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ മോളെ, എന്തൊക്കെ തന്നെയായാലും അത് നമ്മുടെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ ഒരമ്മ അമ്മയെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് പൊള്ളിയല്ലേ? പക്ഷെ ആ അമ്മ ചെയ്തു കൂട്ടിയതൊന്നും രേവതിയുടെ വാക്കുകൾ പാതിയിൽ നിർത്തി അവിടുത്തെ സംഭവ വികാസങ്ങൾ രേവതിക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലീന. കൂട്ടത്തിൽ രോഹിത്തിന്റെ പെരുമാറ്റത്തിലെ അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ചിലപ്പോൾ വല്ല ട്രാപ്പായിരിക്കും, ചേച്ചി സൂക്ഷിച്ചേക്കണം, അവൻ അത്ര പെട്ടെന്നൊന്നും നന്നാവുന്ന കൂട്ടത്തിലെല്ലാം എന്നെല്ലാം രേവതിക്കുട്ടി ഒരു മുന്നറിയിപ്പ് പോലെ അലീനയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും അവൻ എന്നെ ഹോസ്പിറ്റലിലെ അമ്മയെ കാണാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, കണ്ടോ, അവിടെ ഇവിടെയും കൊണ്ടുപോയി വല്ല പണിയും എടുപ്പിക്കാനാവും, വൈജയന്തിക്ക് ബോധം വന്നിട്ടുണ്ടാവും, ചേച്ചിയെ കൊണ്ട് ശുശ്രൂഷിക്കാനാവും അവന്റെ പ്ലാൻ. രേവതിക്കുട്ടിയുടെ ഒക്കെ വാക്കുകൾ കേട്ട് അലീന ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയം ബാക്കിയാവുന്നുണ്ട്. ഇതേ സമയം വീട്ടിലെ മറ്റൊരു മുറിയിൽ ബബിത തന്റെ ഫോണിൽ സ്വയം മറന്നിരിക്കുകയാണ്. പഠനമോ വീട്ടിലെ മറ്റു കാര്യങ്ങളോ ഒന്നും അവളെ ബാധിക്കുന്നില്ല. അവളുടെ കാമുകൻ അമലുമായിട്ടുള്ള സ്വപ്ന ലോകത്താണ് ബബിത. രോഹിത് ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നീ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ? അമ്മ ഐസിയുലല്ലേ, അങ്ങോട്ടേക്ക് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങോട്ടേക്ക് ആരെയും കയറ്റി വിടില്ലല്ലോ, പിന്നെ ഞാൻ പോയിട്ട് എന്തിനാ? ആ ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കി നിൽക്കാനാണ് അല്ലേ എന്നെല്ലാം ബബിതയുടെ മറുപടി എന്നെല്ലാം ബബിത ചോദിക്കുന്നുണ്ട് രോഹിത്തിനോട്. അവിടെ കൂടെ നിൽക്കാൻ പിന്നെ ഒരു പെണ്ണില്ലാതെ അച്ഛനും മനുവേട്ടനും കഷ്ടപ്പെടുകയായിരുന്നു. നീ നാളെ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ, എനിക്ക് പറ്റില്ല, എനിക്ക് ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഒക്കെ എഴുതാനുണ്ട്, എന്നെ അങ്ങനെ ഒരു അടുക്കളക്കാരി ആക്കാനൊന്നും നോക്കണ്ട, ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാനും നോക്കണ്ട, ജോലിക്കാരുള്ള വീട്ടിൽ എന്നെ കെട്ടിച്ചു വിടാവൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ഉള്ള ബബിതയുടെ ആ മറുപടി കേട്ട് രോഹിതിന് ദേഷ്യം വരുന്നുണ്ട്. അതേ നിമിഷം അലീന ബാലചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വൈജയന്തിയുടെ ആരോഗ്യസ്ഥിതികളൊക്കെ അവൾ ചോദിച്ചറിയുന്നുണ്ട്. മാഡത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട് സർ എന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല മോളെ, സർജറി കഴിഞ്ഞു, വാർഡിലേക്ക് മാറ്റി, പക്ഷെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. അവിടെ സ്ത്രീകളായിട്ട് ആരെങ്കിലും വേണ്ടേ സർ? ഞാൻ വരട്ടെ? സ്വന്തം അമ്മയെ ഒരു നോക്ക് കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെയാണ് അലീന അത് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കിയിരുന്ന പോലെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളൊക്കെ കാണണമെങ്കിൽ പോന്നോ, രോഹിത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവന്റെ കൂടെ പോരുന്നേക്ക്, 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും എടുത്തോ എന്നും പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ഫോൺ വെച്ചിട്ടും അലീനയുടെ നെഞ്ചെറുപ്പ് മാറുന്നില്ല. രോഹിത്തിനോട് തന്നെ എങ്ങനെയാണ് കൂടെ വരാൻ ചോദിക്കുക? അവൾ മുറിയിലൂടെ അസ്വസ്ഥമായിട്ട് നടക്കുമ്പോഴാണ് വാതിലിൽ ആരോ തട്ടുന്നത് കേൾക്കുന്നത്. രോഹിത് മുത്തശ്ശിയും അലീനയെയും നോക്കിയിട്ട്, ഞാൻ നാളെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അമ്മയെ കാണാൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോകാനായിട്ട് വാതിൽക്കൽ വെച്ച് അവൻ വീണ്ടും അലീനയെ നോക്കാതെ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ വിളിച്ചിരുന്നു, അലീന ചേച്ചിയോട് കൂടാൻ വരാൻ പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ, അലീന ചേച്ചി എന്നുള്ള രോഹിത്തിന്റെ ഒറ്റ വിളിയിൽ മുത്തശ്ശിയും അലീനയും ഒരുപോലെ ഞെട്ടിത്തെരിക്കുന്നുണ്ട്. അവരുടെ വാക്കാതുകളെ അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. പിറ്റേന്ന് രാവിലെ അവർ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അലീന തന്റെ ബാഗുകളും വൈജയന്തിക്ക് വീട്ടിലെ സാധനങ്ങളെല്ലാം അടുക്കി വെക്കുകയാണ്. ബബിതയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പതിവ് പോലെ സോഫയിൽ കാൽ കയറ്റി വെച്ച് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ട് രോഹിത്തിന് നിയന്ത്രണം വിടുന്നുണ്ട്. അവൻ ചെന്ന് TV അങ്ങ് ഓഫ് ചെയ്യാണ്. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ വരാൻ, വന്നില്ലെങ്കിലും വേണ്ടില്ല, അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് ഒന്ന് വിളിച്ചു ചോദിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? നിനക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും സ്വയം നന്നാവാൻ നോക്കുക എന്നുള്ള രോഹിത്തിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ദേഷ്യത്തിൽ ബബിത ഒന്ന് ഭയക്കുന്നുണ്ട്. തുടർന്ന് അവള് മുറിയിലേക്ക് പോകാനായിട്ട് എഴുന്നേൽക്കാണ്. അപ്പോഴേക്കും അലീനയാണെങ്കിൽ ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബബിത ഈ ബാഗുകളൊക്കെ ഒന്ന് എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോയി
കൊണ്ടുപോയി വയ്ക്കുക എന്നെല്ലാം രോഹിത് പറയുന്നുണ്ടെങ്കിലും ഞാനോ എന്ന് ബബിത അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അതെ, നീ തന്നെ ഇത്രയും സാധനങ്ങളുമായിട്ട് ചേച്ചി നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഉള്ള രോഹിതിന്റെ ആ രൂക്ഷമായിട്ടുള്ള നോട്ടത്തിൽ ബബിത പതറുകയും തുടർന്ന് ബബിത മനസ്സോടെ അലീനയുടെ കയ്യിൽ നിന്നും ബാഗുകളെല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു കൈയടിക്കുന്ന ശബ്ദം അവിടെ കേൾക്കുന്നത്. ഇപ്പോഴാണ് നീ ശരിക്കും ഒരു ആംഗ്ലയായത് രോഹിത്തെ എന്ന് പറഞ്ഞുകൊണ്ട് മനു അവിടേക്ക് കടന്നു വരികയാണ്. തുടർന്ന് അവർ 3 പേരും കാറിൽ ആശുപത്രിയിലേക്ക് തിരിക്കുകയാണ്. മനു ആണ് വണ്ടി ഓടിക്കുന്നത്. രോഹിത് മുൻ സീറ്റിലും ഇരിക്കുന്നുണ്ട്, അലീന പിന്നിലും. യാത്രക്കിടയിൽ ഉടനീളം മനു രോഹിത്തിനെ ചതിച്ച ഹരിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അലീനയും ആ സംസാരത്തിൽ പങ്കുചേരുന്നു. എന്നാൽ പതിയെ രോഹിത് അലീനയോട് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. അലീന ചേച്ചി, ആരാ ഈ രേവതി കുട്ടി എന്ന് പറയുമ്പോൾ അലീനയാണെങ്കിൽ അത്ഭുതത്തോടെ രോഹിത്തിനെ നോക്കുന്നുണ്ട്. സാധാരണ ഇത്തരം കാര്യങ്ങളിലൊന്നും രോഹിത് ഇടപെടാറില്ല. അവള് സന്തോഷത്തോടെ തന്റെ കൂട്ടുകാരിയെക്കുറിച്ച്, തന്റെ അനാഥാലയമായ സ്നേഹനിലയത്തെക്കുറിച്ചും ബ്രിജിത്ത മമ്മിയെക്കുറിച്ചും ചിന്നുമോളെക്കുറിച്ചും എല്ലാം വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ജിജ്ഞാസയോടെ രോഹിത് ആണെങ്കിൽ അതെല്ലാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു അവിടെ എന്നും എന്തൊക്കെ ജോലികൾ ചെയ്തു എന്നും പഠിത്തം നിർത്തിയത് എന്തിനാണ് എന്നുള്ള അവന്റെ ചോദ്യങ്ങൾക്കൊന്നും അവസാനം ഉണ്ടായിരുന്നില്ല. അവരുടെ സംസാരം കേട്ട് മനു ആണെങ്കിൽ അത്ഭുതപ്പെട്ട് അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. താൻ വെറും ഒരു ഡ്രൈവർ മാത്രമായി പോയല്ലോ എന്ന് അവൻ ഇടയ്ക്ക് തമാശയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എന്നെയും ചേച്ചിയുടെ ആ സ്നേഹനികേതത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ അലീനയുടെ മുഖം വാടുന്നുണ്ട്. അതിപ്പോ ഇല്ല രോഹിത്തെ, ബ്രിജിത്ത മമ്മിയും പോയി, സ്നേഹനിലയം ഇല്ലാതായി എന്ന് പറയുമ്പോൾ അലീനയുടെ ശബ്ദം ഇടറുന്നുണ്ട്. യാത്രാമധ്യേ മനു ആണെങ്കിൽ വണ്ടി ഒരു കടയുടെ മുന്നിൽ നിർത്തുന്നുണ്ട്. നമുക്ക് നല്ല ഇളനീരോ അല്ലെങ്കിൽ ചൂട് ചായയോ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി കടയിലേക്ക് പോകാനായിട്ട് ഒരു പടി ഇറങ്ങണമായിരുന്നു. അപ്പൊ അലീനയാണെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നില്ല. അലീന പെട്ടെന്ന് തന്നെ കാല് വഴുതി വീഴാൻ പോകുന്നതും തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന രോഹിത് അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇത്, നോക്കി നടക്കണ്ടേ, എങ്ങാനും വീണിരെങ്കിലോ എന്നുള്ള ആ വാക്കുകൾ ശാസനയേക്കാൾ കൂടുതൽ കരുതലായിരുന്നു രോഹിത്തിന്റെ വാക്കുകളിൽ അലീനയ്ക്ക് തോന്നിയിരുന്നത്. അലീനയ്ക്കാണെങ്കിൽ രോഹിത്തിന്റെ ആ വാക്കുകൾ കേട്ട് ശരിക്കും മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട്. ഇളനീര് വാങ്ങിയപ്പോൾ മനു ആദ്യം കൊടുത്തത് രോഹിത്തിനാണ്. അവൻ നേരെ അത് അലീനയ്ക്ക് നേരെ നീട്ടുന്നുണ്ട്. ചേച്ചി കുടിക്ക് എന്ന് പറയുമ്പോൾ അലീനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നു. ഒരു സഹോദരന്റെ സ്നേഹവും കരുതലും എന്താണെന്ന് അലീന ആദ്യമായിട്ട് തിരിച്ചറിയായിരുന്നു. രോഹിത് ആണെങ്കിൽ ഒരു സുഹൃത്തിന്റെ കോള് വന്നപ്പോൾ അല്പം മാറി നിന്ന് സംസാരിക്കുകയാണ്. തുടർന്ന് എന്താടി ഇത്, പുള്ളിക്കാരന് നല്ല മാറ്റമാണല്ലോ, നീ വല്ല ഡോസും കൊടുത്തോ എന്നെല്ലാം മനു ചിരിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനയോട്. ഇല്ല മനുവേട്ട, എനിക്കൊന്നും അറിയില്ല, എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവൻ എന്നെ കാണാൻ തുടങ്ങി. അവൻ എന്നെ ചേച്ചിയെന്ന് വിളിക്കുമ്പോൾ എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണെന്ന് തോന്നിപ്പോവുക എന്നെല്ലാം നിറകണ്ണുകളോടെ പറയുന്നുണ്ട് അലീന. തുടർന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു. പുറത്ത് വരാന്തയിൽ വിഷാദത്തോടെ ഇരിക്കുന്ന ബാലചന്ദ്രനെയാണ് കേട്ടോ അവരാദ്യം കാണുന്നത്. രോഹിത് ആണെങ്കിൽ നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛൻ ഓക്കെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രോഹിത്തിന്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു ചോദ്യം ബാലചന്ദ്രനെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. തന്റെ മകന് വന്ന ആ ഒരു വലിയ മാറ്റം ശരിക്കും ബാലചന്ദ്രൻ തിരിച്ചറിയായിരുന്നു. അങ്ങനെ ഒരു പുതിയ ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ കഥ അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ മഴതോരും മുൻപേ സീരിയലിന്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്